കോട്ടയം പാല കൊട്ടാരമറ്റം ഭാഗത്ത് മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുകയാണ്. റോഡിൽ വെള്ളം കയറുന്നു. ബസ് സ്റ്റാൻഡും പരിസരവും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. പാലാ ടൗണിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ്. കടകളിൽ വെള്ളം കയറി. റംഷാ സിപി വിവരങ്ങളുമായി നമ്മളോടൊപ്പം പാലാ ടൗണിൽ നിന്ന് ചേരുകയാണ്. റംഷാ, മഴ ഒഴിഞ്ഞ് നിന്നാൽ 1-2 മണിക്കൂറിനുള്ളിൽ പാലയിൽ ഈ ടൗണിലേക്ക് അടക്കം കയറിയിരിക്കുന്ന വെള്ളക്കെട്ട് കുറയും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാൻ കഴിയുന്ന വലിയ വെള്ളക്കെട്ടാണ്. 1-2 മണിക്കൂർ ഇങ്ങനെ നിന്നാൽ മാത്രമേ എന്തെങ്കിലും കുറവുണ്ടാവുകയുള്ളൂ. മാധു, തീർച്ചയായും അതിലൊരു പ്രശ്നം ഇന്ന് 6 മണി മുതൽ ഇവിടെ മഴ പെയ്തിട്ടില്ല എന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 2 മണിക്കൂറായി. ഈ 2 മണിക്കൂറിനിടയിൽ ചെറിയൊരു മഴ പോലും പെയ്തിട്ടില്ല. പക്ഷേ വെള്ളം ഇങ്ങനെ ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നതാണ്. നമ്മൾ ഈ കാണുന്നത് ഈരാറ്റുപേട്ടയിൽ നിന്ന് വരുന്ന ഒരു റോഡാണ്. നമ്മൾ ഈ വഴിയാണ് നേരത്തെ നമ്മുടെ വാഹനം ഓടിച്ച് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇപ്പോൾ ഈ വഴി വാഹനം പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വെള്ളം ഉയർന്നിരിക്കുന്നു എന്നതാണ്. മീനച്ചിലാർ കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. മീനച്ചിലാറ്റിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു സ്കെയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 22 അടിയാണ് ഇപ്പോൾ ആ സ്കെയിലിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 2018 പ്രളയകാലത്ത് 23.5 അടിയായിരുന്നു ആ സ്കെയിലിൽ ജലനിരപ്പ് അടയാളപ്പെടുത്തിയിരുന്നത്. അതിന് സമാനമായ നിലയിൽ 22 അടിയോളം ഇപ്പോൾ ഉയർന്നിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടി വെറും 5 അടി മാത്രമായിരുന്നു ജലനിരപ്പ് പുഴയിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 22 അടിയിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നതാണ്. ഇവിടെ ചില നാട്ടുകാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനോജേട്ടൻ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒക്കെ ഭാഗമായി ജോലി ചെയ്ത ആളുകൾ കൂടിയാണ്. ചേട്ടാ, ഇങ്ങനെ പെട്ടെന്നാണ് വെള്ളം കയറി വരുന്നത് അല്ലേ? ഇന്നലെ വൈകുന്നേരം നമുക്ക് നമ്മുടെ ജലനിരപ്പ് സ്കെയിലിൽ ഏകദേശം 5.5 അടി വെള്ളമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകുന്നേരം 9 മണിയോടുകൂടി ഒരു നല്ല ശക്തമായ മഴയും കൂടി തുടങ്ങി. അപ്പം മീനച്ചിലാറിൻ്റെ കിഴക്കൻ പ്രദേശത്ത് മഴ പെയ്യുകയും ഉരുൾപൊട്ടൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിനോടൊപ്പം തന്നെ സമീപ പ്രദേശത്തെ എല്ലാ തോടുകളിലേക്ക് ആ ഏരിയയിലും കൂടെ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ജലനിരപ്പ് ഉയർന്നു. സോ 2018 നമുക്ക് 23 അടി വെള്ളമാണ് വന്നിരുന്നത്. ഈ 2018 വെള്ളത്തിന് സമാനമായ അതിനേക്കാളും ഒരടിയോടും കൂടി വെള്ളമാണ് ഭരണങ്ങാനം പാലായിൽ നിന്നൊരു 5 കിലോമീറ്റർ മാറിയുള്ള കിഴക്കൻ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. ആ വെള്ളം ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് മീനച്ചിലാറ്റിലേക്ക് ഒഴുകി വരേണ്ട തോടുകളിലെ വെള്ളവും ഉയർന്നു തന്നെ നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ വലിയ മഴയില്ലെങ്കിലും ഇവിടെ ജലനിരപ്പ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, ടൗണിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മീനച്ചിലാറ്റിൽ കൂടെ സാധാരണ ഒരു ഉരുൾപൊട്ടലിൻ്റെ വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 തൊട്ട് 8 മണിക്കൂർ നേരം വരെ ഒഴുകി എത്തുന്ന വെള്ളമാണ് ഉള്ളത്. പാലാ വരെ നമുക്ക് ഒരു മീനച്ചിലാറിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഒരു ചെറിയ ചെരുവുണ്ട്. പാലായ്ക്ക് പടിഞ്ഞാറ് പ്രദേശത്തേക്കാണ് കുറച്ചുകൂടെ എന്താ പറയണ്ട പരന്നുള്ള ഇതുള്ളത്. അപ്പോൾ പാലാ വരെ ഒതുങ്ങിയുള്ള രീതിയിലേക്ക് വരുന്നത് കൊണ്ട് ഇടത്തോടുകളിലെ വെള്ളം കൂടെ ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഴ പെയ്യുന്നില്ലെങ്കിലും ഇത്രയും നേരം ശക്തമായ മഴ പെയ്തതുകൊണ്ട് കരയുറവ ഫോം ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാരണം മഴ പെയ്തില്ലെങ്കിലും അത്രയും വെള്ളം ഇങ്ങോട്ട് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര സമയം വേണ്ടി വരും? മഴ ഇപ്പോൾ ഒഴിഞ്ഞു നിൽക്കുകയാണ്, പക്ഷേ ഈ വെള്ളം രാവിലെ 6 മണി മുതൽ അവിടെ മഴ പെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഈ വെള്ളക്കെട്ട് ഒട്ടും കുറയുന്നില്ല എന്ന് മാത്രമല്ല ജലനിരപ്പ് ഉയരുകയും ചെയ്യുകയാണ്. ഇപ്പോൾ പയ്യാനിത്തോട്ടത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. കോട്ടയം പയ്യാനിത്തോട്ടം ഉരുൾപൊട്ടലിൽ കാണാതായ റജീനയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു.